പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ ആഴങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കിയത്. പലരുടെയും വിശ്വാസത്തിന്റെ ആഴങ്ങൾ പല വിധത്തിലാണ്. 1 തിമോത്തിയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞതും നിമിത്തം അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞതു നിമിത്തം അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. മനസാക്ഷിയുടെ വിശ്വസ്തതയില്ലായ്മ കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തതയില്ലായ്മ കൊണ്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം പല വിധത്തിലുള്ള സംഭവങ്ങൾ തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാകാം. ചിലർ വിശ്വാസം ത്യജിച്ചു കളയുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ആദ്യ വിശ്വാസം വിട്ട് മാറിപ്പോകുന്ന മനുഷ്യർ അതിഭയങ്കര തീക്ഷ്ണതയായിരിക്കും, ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, ദൈവമായിട്ട് ഭയങ്കര കൂട്ടായ്മയായിരിക്കും. ഇനി കർത്താവില്ലാതെ എനിക്ക് മറ്റൊരു ജീവിതമില്ലെന്നൊക്കെ പറയും. പ്രിയമുള്ളവരെ, ചില പ്രതിസന്ധികൾ ഭവനത്തിൽ വരുമ്പോൾ, സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിജീവിക്കാൻ കഴിയാതെ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ് കടന്നു പോകുന്ന മനുഷ്യർ, ചിലരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ചിലർ വിശ്വാസം ത്യജിച്ചു കളയുമെന്നാണ് പൗലോസ് പറഞ്ഞത്. വിശ്വാസം തള്ളിക്കളഞ്ഞവരുണ്ട്. ആദ്യ വിശ്വാസം തള്ളിക്കളയാൽ ശിക്ഷാവിധിയിലേക്ക് കടന്നുപോയവരുണ്ട്. ചിലർ വിശ്വാസം വിട്ടൊഴിഞ്ഞു പോകുന്നതായി കാണാൻ കഴിയാറുണ്ട്. വിശ്വാസം വിട്ട് തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ പഴയ പാപത്തിലേക്ക് കടന്നു പോകുന്നവരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണ്? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താലോ? എന്റെ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് മറുപടി തരുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ടോ? അത്ഭുതം ചെയ്യുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് അനുഭവിക്കാൻ കഴിയാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതായി തീർന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഉപേക്ഷിച്ച് കളയുന്ന ഒരു വിശ്വാസമല്ല പ്രിയമുള്ളവരെ. യേശുവിൻ്റെ നാമത്തിൽ എന്റെ പാപരോഗങ്ങൾ മുഴുവൻ വഹിച്ച, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കയറിയ യേശു കർത്താവിന്റെ സ്നേഹം, അത്ര വലിയ സ്നേഹം തന്ന കർത്താവാ എന്റെ ദൈവം. എന്നെ കരുതിയ കർത്താവിന്റെ സ്നേഹത്തിലാണ് നമ്മളെ കർത്താവ് ചേർത്തത്. വിശ്വാസത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എത്ര വലുതായിരിക്കണം! ഞാൻ വിശ്വാസത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, എന്റെ ദൈവം എന്നിൽ വസിക്കുന്നു, അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തോ അത് ഞാൻ ഏറ്റെടുത്ത് അവന് വേണ്ടി ജീവിക്കണം. ആ ഒരു ജീവിത സാക്ഷ്യം ഇന്ന് നമുക്ക് വേണ്ടി ആ ദൈവം ഒരുക്കി തന്നത്. നമ്മളെ ആർക്കും തകർത്ത് കളയാൻ പറ്റില്ല പ്രിയമുള്ളവരെ. ബൈബിൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 2 പേർ ഭവനം പണിയുന്നത് കാണാൻ കഴിയും. ഒരാൾ മണൽപ്പുറത്ത് അതിമനോഹരമായ ഒരു ഭവനം പണിതു. അതുപോലെ തന്നെ മറ്റൊരാൾ പാറപ്പുറത്തും ഭവനം പണിതു. വിശ്വാസിയുടെ ഭവനം, ജീവിതം കാറ്റടിക്കും, വെള്ളപ്പൊക്കം ഉണ്ടാകും, ഭവനത്തിന്മേൽ ആഞ്ഞടിക്കും, അതൊന്നും തകർന്നു പോകുകയില്ല. എന്നാൽ മണൽപ്പുറത്തുള്ള ഭവനം കാറ്റടിക്കും, വെള്ളപ്പൊക്കം ഉണ്ടാകും, അതിന്മേൽ ആഞ്ഞടിക്കും, അതങ്ങ് വീണു, അതിന്റെ വീഴ്ച വലുതായിരിക്കും, അതിനെ പിന്നെ പണിയാൻ കഴിയില്ല, തകർന്നു പോകും.
നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറ പാറയിൽ ഉറപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ കർത്താവിൽ എന്റെ വിശ്വാസം പണിയപ്പെട്ടെങ്കിൽ ആർക്കും അത് തകർത്ത് കളയാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, കഴിയാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനയോടെ ഞാൻ അവന്റെ കൂടെ ജീവിക്കണം. വിശ്വാസ ശോധന ചെയ്തു പരിശോധിച്ചു എന്റെ മേൽ പ്രവർത്തിക്കുന്ന കർത്താവ്. കാരണം അനേകരുടെ കപ്പൽ തകർന്നു, നമ്മുടെ മുമ്പിലുള്ളവ അനേകരുടെ കപ്പൽ തകർന്നു, ഇനിയും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, എന്റെ വിശ്വാസ ജീവിതം തകരാതിരിക്കുവാൻ കർത്താവിന്റെ കൃപ എന്റെ മേൽ പകർന്നു തരണമേ. ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് എന്നെ തന്നെ ശോധന ചെയ്ത് അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുമ്പോൾ തകർന്നു പോകാതിരിക്കത്തക്ക വിധം എന്നെ പരിപാലിക്കണമേ, നിർത്തണമേ. അങ്ങ് നിർത്തിയെങ്കിലോ ഞാൻ നിൽക്കുകയുള്ളൂ. അങ്ങയുടെ കൃപ എനിക്ക് വേണം. കർത്താവേ, അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.